സതീശൻ കോൺഗ്രസിനെ പിണറായിക്ക് തൂക്കിവിറ്റതെന്തിന്? വി.ഡി. സതീശൻ കോൺഗ്രസ് പാർട്ടിയെ പിണറായി വിജയനെ തൂക്കിവിറ്റു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉറച്ചു വിശ്വസിക്കുവാൻ കാരണം എന്താണ്? കഴിഞ്ഞ 4.5 കൊല്ലം നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ സഭയിലെ ആ പെർഫോമൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ വരെ നടപടികളെടുത്തിട്ട് ഈ കിഴങ്ങന് സഭയിൽ എന്ത് പ്രതിഷേധം ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്? പൊതുജനങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധിപ്പിക്കുവാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖലയെ തകർച്ച, ആരോഗ്യമേഖലയിലെ തീവട്ടിക്കൊള്ളകൾ, കിഫ്ബിയുടെ മറവിൽ നടത്തുന്ന തീവട്ടിക്കൊള്ളകൾ, ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, AI ക്യാമറ തട്ടിപ്പ്, ഇതിലേതെങ്കിലും ഒരു വിഷയം ഈ വി.ഡി. സതീശൻ എന്ന കിഴങ്ങേശ്വരന് ഉയർത്തിക്കാട്ടുവാൻ സാധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? പിണറായി സർക്കാർ നടത്തുന്ന സകല കച്ചവടങ്ങളുടെയും കള്ളക്കമ്പട്ടങ്ങളുടെയും ഒരു പങ്ക് വി.ഡി. സതീശന് കിട്ടുന്നുണ്ട്. ഈ കിഴങ്ങേശ്വരന് പിണറായി മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പേരെടുത്ത് വിമർശിക്കുവാൻ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? പങ്കുപറ്റുന്നത് കൊണ്ട് മാത്രമാണ്. പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ കിട്ടേണ്ടത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കിട്ടും സതീശന്. പിണറായി ഭരണത്തിൽ മനമെടുത്ത ജനങ്ങൾ വരുന്ന തവണ കോൺഗ്രസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാനുള്ള സാധ്യതകൾ കണ്ടപ്പോൾ പാർട്ടിക്കുള്ളിലെ താപ്പാനയായ KC-യും രമേശനും ഉള്ളിടത്തോളം കാലം തനിക്ക് മുഖ്യമന്ത്രി കസേര കിട്ടില്ല എന്ന് സതീശന് നന്നായി അറിയാം. അതുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയുമായി ഒരു സഖ്യമുണ്ടാക്കുകയും മൂന്നാമതും പിണറായി അധികാരത്തിലേറുവാൻ ജട്ടി വിപ്ലവം ആസൂത്രണം നടത്തുകയും ചെയ്തത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ നേട്ടം സതീശന് പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷത്തിരിക്കുന്നതാണ്. അതിനായി സതീശൻ തൻ്റെ കളിക്കൂട്ടുകാരിയെ തന്നെ കളത്തിലിറക്കി. രാഹുൽ മാങ്കൂട്ടം വിഷയം പരിഹരിക്കാതിരുന്നാൽ, ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ, ഓരോ ആരോപണങ്ങൾ പറഞ്ഞ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാം, കോൺഗ്രസ്സുകാർ എല്ലാവരും ഒടുവിൽ കോൺഗ്രസിനെ വെറുത്ത് CPM-ന് വോട്ട് ചെയ്യുമെന്ന് സതീശൻ കരുതുന്നു. അതുകൊണ്ടാണ് രാഹുൽ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറ തകരും എന്ന് കോൺഗ്രസ് പ്രവർത്തകർ മുറവിളി കൂട്ടിയിട്ടും സതീശൻ പൊട്ടൻ കളിക്കുന്നത്. 5000 കോടിക്കാണ് സതീശൻ ഈ ഇടപാട് ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിവ്. ഇതിൻ്റെ ഡീലിനായാണ് കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങൾ ഇത്രയും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ സതീശൻ ദുബായിക്ക് പറഞ്ഞത്. ആ പോക്കൊക്കെ ഒന്ന് കാരണമായിരുന്നു. ഇതിലെ കതറും ധരിച്ച് നടക്കുന്ന താരകൻ ദുബൈയിൽ പോയപ്പോഴത്തെ ആ വേഷം കാണുക. സതീശ, ഈ വേഷം ധരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇതുവഴിയും ഇങ്ങനെ തന്നെ അങ്ങ് നടക്കുക. ആരെ ബോധിപ്പിക്കുവാനാണ് നിങ്ങളിവിടെ കതറണിഞ്ഞ് നടക്കുന്നത്? തനിക്ക് കിട്ടാത്ത മുഖ്യമന്ത്രി കസേരയിൽ മറ്റവന്മാർ ഒന്നിരിക്കുന്നത് കാണണം. അടുത്ത തവണയും പ്രതിപക്ഷത്തിരുന്നാൽ സകല തട്ടിപ്പിൻ്റെയും പങ്ക് തൻ്റെ കയ്യിലെത്തും. ഒരു ടെൻഷനും വേണ്ട, ഒരു റിസ്ക്കുമില്ല. പിന്നെ എന്തിന് കിടന്ന് പാർട്ടിക്ക് വേണ്ടി കിടന്ന് ചാകണം? ഇതാണ് സതീശൻ കോൺഗ്രസിനെ പിണറായിക്ക് തൂക്കി വിൽക്കുവാനുള്ള പ്രധാന കാരണം. കിട്ടിയതിൻ്റെ ഒരു വിഹിതം സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ അവരിപ്പോൾ സതീശനെ പുകഴ്ത്തി നടക്കുകയാണ്. ശ്രദ്ധിച്ചോ? സതീശന് എതിരായി ഏതെങ്കിലും ഒരു മാധ്യമം എന്തെങ്കിലും പറയുന്നുണ്ടോ? അതാണ് PR-ൻ്റെ പവർ. ഓണത്തിന് നോക്കിക്കോണം, ഈ മ്ലേച്ഛൻ്റെ ഓണാഘോഷമായിരിക്കും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ, ആ ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. ഇന്ന് മിഷൻ 60യുടെ 9ാം ദിനം ഞങ്ങൾ ഒറ്റക്കെട്ടായി രാഹുലിനൊപ്പം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. എന്റെ പേര് ജെയ്സി, ഞാൻ പാലക്കാട് നിന്നാണ്. ഒരു സ്കൂൾ HM ആണ് കേട്ടോ. ഞാൻ സാറിന് ആദ്യം ഒരു അഭിനന്ദനം അറിയിക്കാനാണ് വിളിച്ചത്. രാഹുലിന് വേണ്ടി സംസാരിക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കിയല്ലോ. രാഹുൽ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നതാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. അപ്പൊ കഴിഞ്ഞ ഞങ്ങളുടെ വാർഷികത്തോടൊക്കെ രാഹുൽ വരും സ്കൂളിൽ. അതാണ് എനിക്ക് ഏറ്റവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേർക്കും ഒക്കെ എന്തൊരു ആനന്ദമാണെന്നറിയോ അവന്റെ പ്രസംഗം കേൾക്കാനും. എന്ത് വിനയവും താഴ്മയും. തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കട്ടെ. തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നേ ഇല്ല. പക്ഷെ ഞാൻ എന്നും രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മോനെ, എന്റെ മോനെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക്. ടീച്ചർമാർക്ക് എല്ലാം ഭയങ്കര കാര്യമാണ്. അപ്പം ഏതൊരു പരിപാടിക്ക് വന്നാലും ആവേശമാണ് കാണേണ്ടത്. പാലക്കാടുള്ളവർക്കല്ലേ അത് അറിയുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര ആവേശമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവർ വളർന്നു വരണ്ടേ? ഈ വളർന്നു വരുന്നവനെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നമ്മളവരെ വളർത്തിയാണ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് രാഹുൽ പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രം സാറിന് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം അറിയിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത് കേട്ടോ. ഭവന സന്ദർശനം നടത്തി ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലേ? പാലക്കാടുകാരെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിന്റെ ഒരു രാജി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. ഒരിക്കലും രാജി ആഗ്രഹിക്കുന്നില്ല.
രാഹുൽ മിണ്ടാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വിഷമം. ആ പണ്ടത്തെ ശക്തിമാനായിട്ട് തിരിച്ചു വരണം തന്നെയാണ് ഞങ്ങളുടെ അവിടെ സംസാരം കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്. സത്യമായിട്ട് എന്റെ തന്നെയല്ല, ഞങ്ങളുടെ എല്ലാവരുടെ വികാരമാണ് ഞാനിത് അറിയിക്കുന്നത്. അപ്പോൾ രാഹുൽ വന്നാൽ നിങ്ങൾ സർവാത്മ പിന്തുണയും പാലക്കാടുകാർ കൊടുക്കും? സർവാത്മ പിന്തുണയും കൊടുക്കും, ഉറപ്പാണ്. പ്രത്യേകിച്ച് അമ്മമാര്, ഞങ്ങളുടെയൊക്കെ PTA അമ്മമാര് ഇപ്പം സ്കൂളിലൊക്കെ വരും, അവര് കരയുക ചില അമ്മമാര്, അയ്യോ അമ്മോൻ അങ്ങനെ സംഭവിച്ചു. പ്രത്യേകിച്ച് നിഷ്കളങ്കരാണ് ഇവിടെയുള്ള ആൾക്കാര്. അവര് ഭയങ്കര നിഷ്കളത്തോടെ അയ്യോ അമ്മോൻ അങ്ങനെ പറ്റില്ല. ആരും അവൻ കുറ്റം ചെയ്തതായിട്ട് പറയുന്നില്ല. ഇതല്ലേ പ്രായം, ചെയ്താൽ അത് ക്ഷമിച്ചുകൂടെ, തെറ്റില്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഞാൻ എന്റെ സ്കൂൾ ആയി ബന്ധപ്പെട്ടുള്ള നമ്മൾ പല ആൾക്കാരും വരുമല്ലോ, അമ്മമാർക്കൊക്കെ സങ്കടമാണ്. കരയും ചില അമ്മമാർ വന്നിട്ട്, അയ്യോ രാഹുലിന്റെ എന്താവും. അപ്പൊ ഞങ്ങൾ പറയും തെറ്റ് ചെയ്തിട്ടില്ല, ഉറപ്പായും തിരിച്ചു വരും. കാഴ്ചയിൽ നിന്നല്ലേ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. ഇപ്പൊ യുവമാർ എന്തെങ്കിലുമൊക്കെ കുടിലതകളും കാപട്യങ്ങളും കാണിച്ച് രാഹുലിനെ യുവമാർ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പാലക്കാടുകാരെങ്ങനെ ഈ കോൺഗ്രസിനെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യും? തോൽപ്പിക്കും, ഉറപ്പാണ് തോൽപ്പിക്കും. അതിനൊരു സംശയമില്ല. കുടിലതന്ത്രങ്ങൾ കൊണ്ട് രാഹുലിനെതിരായി അവനെ നശിപ്പിച്ചു കളഞ്ഞാൽ ജനങ്ങൾ ഉറപ്പായും പ്രതികരിക്കും. ജനങ്ങളുടെ വികാരങ്ങൾ ഇപ്പൊ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുമല്ലേ, അതന്നെ മതിയല്ലോ. അത്രയ്ക്ക് ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നു. അതാണ് ഷാഫിയെ പോലെ തന്നെ ഞങ്ങള് ഇതിനുമുമ്പ് ഷാഫി ആയിരുന്നു, അതേ തുല്യ അളവിലാണ് ഈ രണ്ടുപേരെയും പാലക്കാടുകാർ സ്നേഹിക്കുന്നത്. ഞാൻ കോട്ടയത്തു നിന്നാണ്, ജോർജ് മാത്യു. ഞാൻ പറയുന്നത് ഈ പന്നിത്തല രമേശിനെയും സതീഷിനെയും KPC പ്രസിഡന്റിനെയും ഇവരെ 3 പേരെയും മാറ്റിക്കളയുക. ഇവർക്കൊന്നും നട്ടില്ലാത്തവരാ. പിണറായി പറയുന്ന പോലെ ഞങ്ങളുടെ കോടതി ഞങ്ങൾ വിചാരിക്കും, ഞങ്ങൾ തീരുമാനിക്കും, അങ്ങനെ പറയാനുള്ള ചങ്കുറ്റുള്ള സുധാകരനെ പിടിച്ചുകൊണ്ടുവരിക. അതാണ് എനിക്കുള്ള അഭിപ്രായം. ആ കിങ്ങിണിക്ക് എന്നാ നട്ടല്ലുള്ളത്? സതീഷിന്റെ ഈ കിങ്ങിണി അവന് ഒരു വർഗതയില്ലാത്തവനാ. അവനല്ല തീരുമാനം എടുക്കേണ്ടത്. കണ്ണൂക്കാരനാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും നട്ടല്ലുണ്ടോ? സുധാകരനെ മാറ്റിയത് ഇത് തന്നെയാണ്. ഈ സുധാകരനെ മാറ്റിക്കൊണ്ട് സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അഡ്ജസ്റ്റ്മെന്റ് കാണാൻ ഇതെല്ലാം. അതുകൊണ്ട് എത്രയും വേഗം ഈ 3 എണ്ണത്തിലെ ഞാൻ പറയുകയാണെങ്കിലുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഒരു യാത്ര നടത്തണം. എല്ലാ പെണ്ണുങ്ങളെയും സ്ത്രീകളെയും സഹോദരങ്ങളെയും എല്ലാവരെയും കൂട്ടി നമുക്ക് പാലക്കാട് പോവാം. ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാവരെയും കൂടെ കൂട്ടി നിങ്ങളുടെ ചാനല് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ അഭിപ്രായം എല്ലാ ദിവസവും മേടിക്കുന്നതിന് ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഒരു ജാഥ അങ്ങോട്ട് വെക്കുക. രാഹുൽ ഗാന്ധി നടത്തുന്ന ഇവിടുന്ന് രാഹുലിനെയും കൂട്ടി, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൂട്ടി നമുക്ക് പാലക്കാടിന് പോവാം. ഞാൻ അതിന്റെ കൂട്ടത്തിൽ പിന്നോളാം. ഞാൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ് കിടങ്ങൂര്. ഇപ്പൊ ഇവന്മാരെ 3 എണ്ണത്തിലും ഇറക്കി വിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഒരു ജാഥയായിട്ട് പാലക്കാട് അവനെ കൊണ്ട് എത്തിക്കുക, അവിടെ MLA ആയിട്ട്. അതിലൊന്നും പറഞ്ഞ ഒരു പോംവഴി ഉണ്ടാക്കുക. നമ്മൾ ഇവിടുന്ന് അവന്റെ വീട്ടിൽ നിന്ന് അടൂരിൽ നമ്മൾ കൊണ്ടുപോവാണ് പാലക്കാട്ടേക്ക്. എല്ലാ ജനങ്ങളെയും ഇറക്കുക, പെണ്ണുങ്ങളെയും സഹോദരികളെയും സഹോദരന്മാരെയും എല്ലാവരെയും ഇറക്കുക. ഇവന്മാരെ 3 എണ്ണത്തിനും കാണിക്കുക. വേണുഗോപാലിനെയും സതീഷിനെയും രമേശ് ചെന്നിത്തലിനെയും നമ്മുടെ KPC പ്രസിഡന്റിനെയും സുധാകരനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക അവിടെ. അതാണ് എന്റെ അഭിപ്രായം. ഒരു വിധത്തിലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടാണ് ഈ ചാനലിന്. ഇത് പാലക്കാട് നിന്ന് വിളിക്കണേ. ഞാൻ പാർട്ടിനെ രാഹുലിനെ കുറിച്ച് പറയാനാണ്. പാലക്കാട്ടേക്ക് രാഹുലിനെ ഞങ്ങൾക്ക് വേണം. രമേശ് ചെന്നിത്തലിനെയും BD സതീശനെയും കാലുകുത്തിച്ചൂല. ഓലെ അവിടുന്ന് ആദ്യം ഇറക്കി വിടണം. അതാ വേണ്ടത്. ഓലാണ് രാഹുലിനെ തള്ളി പറയണത്. അപ്പൊ ഞങ്ങൾക്ക് രാഹുലിനെ തള്ളി പറയാൻ പറ്റൂല. ആ സ്ഥാനത്തേക്ക് രാഹുൽ വരണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ വരട്ടെ. രാഹുലിന്റെ നേരെ വരാത്തെന്താ? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. രാഹുലിനെ പാലക്കാട്ട് തന്നെ വേണം ഞങ്ങൾക്ക്. രമേശ് ചെന്നിത്തലയും BD സതീശനും മുൻഗണന എടുത്തുകൊണ്ട് ഓനെ പാലക്കാട്ട് തന്നെ കൊണ്ടുവരാന് രാഹുലിനെ ഒതുക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത്. ഇതിന്റെ പിന്നില് BD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ. ഇനി യുവമാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുവോ? ഇല്ല, ഞങ്ങൾ ഉറച്ച കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ വോട്ട് ചെയ്യൂല. ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടും. അതന്നെ ചെയ്യാ. ഇതിന് CPM-നും പങ്കുണ്ട്. CPM-ന് പേടിയാണ് രാഹുലിനെ. അതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഓനെ ഒരു പെണ്ണ് കേസിൽ പെടുത്തിയിട്ട് ആ പെണ്ണ് കേസ് തെളിയിക്കാത്ത എന്താ? മുകേഷ് അത് അവിടെ ഇരിക്കണോ? ഓന് പെണ്ണ് കേസിലില്ലേ? പിന്നെ മുകേഷിന്റെ അങ്ങനെ തെളിവുകളൊന്നും ഇല്ലല്ലോ. മുകേഷ് ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ. അതന്നെ രാഹുലും ഷാഫിനെയും പേടിയാണ് ഓൽക്കേ. അതുകൊണ്ടാണ് ഓല് ഇങ്ങനെ ആട്ടുന്നത്. ഓല് നേതാക്കന്മാര് വളർന്നു വരികയാണ്. അപ്പൊ ഷാഫിനെ ഓല് ഒതുക്കാൻ വേണ്ടിയാണ്ട് ഇത് BD സതീശനും രമേശ് ചെന്നിത്തലയും CPM-ഉം കളിച്ചണ കളിയാണ്. CPM-നും പേടിയാണ്, രമേശ് ചെന്നിത്തലക്കും BD സതീശനും ഓലെ രണ്ടാളെയും പേടിയാണ്. അതുകൊണ്ടാണ് ഓല് ഒതുക്കാൻ നോക്കണേ. ഓലെ എങ്ങനെ വഴിന്ന് ഒഴിവാക്കി കഴിഞ്ഞാല് BD സതീശനൊന്നും പാലക്കാട്ടേക്ക് വരൂല. ഓനൊക്കെ അവിടെ ഒതുക്കിയിടും ആൾക്കാര്. ഞങ്ങളെല്ലാരും ഒന്നിച്ചു നിൽക്കും.
ഞങ്ങള് പിന്നെ കോൺഗ്രസിൽ നിന്ന് മാണ്ട് പൊരുതി പിന്നെ മരിച്ച ഒരാളാണ് ഞങ്ങളെ വാപ്പ. അപ്പൊ അതിന് ഞങ്ങൾ പിന്മാറൂല. ഇനി അങ്ങനെ ഓല രണ്ടാളി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി കോൺഗ്രസിൽ വോട്ട് ചെയ്യൂല. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് സെയ്ദ് എന്നാണ്. ഞാൻ മറ്റേ രാഹുൽ മാങ്കുടത്തിന്റെ സാർ വിളിക്കുന്ന സാറിന്റെ ന്യൂസിനെ കുറിച്ച് വളരെയധികം ബഹുമാനത്തോട് സ്നേഹത്തോടും സംസാരിക്കുന്നതാണ്. സന്തോഷമുണ്ട് സാർ. ഇദ്ദേഹം ഇപ്പൊ നമ്മളുടെ CPM-ന്റെ ലെറ്റർ വിവാദം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്തൊരു റിവേഴ്സ് സവാലയെ കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഇത് നിയമസഭയിൽ വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കുടത്തിൽ നിന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് വിധേയതയും നിയമസഭയിൽ കടക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും അതിന് ഈ താല്പര്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇതിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന് സാറിനെ പോലുള്ള ആളുകൾ കണ്ണിൽ എണ്ണ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഏറ്റവും ശക്തമായ നേതാക്കന്മാരെ തിരിച്ചു കിട്ടുന്നു ഉള്ള ഒരു സന്തോഷമുണ്ട്. ഞാൻ തിരുവനന്തപുരം ലളിതാകുമാരി. ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം കേട്ട് സാറേ ഭയങ്കര വിഷമം കേട്ടോ. നല്ലൊരു പയ്യനാണ്. അത് നമ്മുടെ അടുത്ത ഉമ്മൻചാണ്ടി സാറായിട്ട് വരേണ്ട ആളാണ് രാഹുൽ മാങ്കൂട്ടം. ആ പയ്യനെ മുമ്പോട്ട് പോകാനായിട്ട് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട് നിന്ന് പ്രതികരിക്കണം ഈ ഒരു കാര്യത്തിന്. ഈ പെണ്ണുങ്ങളെല്ലാം ബാംഗ്ലൂർ പോണത് എന്തിനാണ്? ഇവളുമാര് ബാംഗ്ലൂർ പോണത് പിന്നെ ഇത് കളയാനായിട്ട്. ഒരാൾ മാറുമ്പോൾ വേറൊരാൾ കയറി വരുവാണ്. ഇത് എന്തോന്നാ എനിക്ക് അറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് ഭയങ്കര എനിക്ക് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു ഇത് കേട്ടിട്ട്. ഉമ്മൻചാണ്ടി സാറ് എങ്ങനെയാണ് അതേ മോഡലാണ് ഷാഫി പറമ്പിലും ഈ മാങ്കൂട്ടം വരുന്നത്. ഒരു കാരണവശാലും സാറേ നിയമസഭ കാണരുത്. പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയും ഇനി ഈ സതീശനും ഒരു കാരണവശാലും അവരെ കയറ്റരുത്. അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യത പവർ ഉള്ളത് നമ്മുടെ ശശി തരൂരിനാണ്. അല്ലെങ്കിൽ ഹസൻ സാറോ അങ്ങനെയുള്ളവരെ സണ്ണി സാറോ അങ്ങനെയുള്ളവരൊക്കെ കയറ്റിയിരുത്തണം. ഇവരെ കയറ്റിയിരുത്തണം. ഇവരെന്നിട്ട് അനങ്ങുന്നില്ലല്ലോ സാറേ. ഇവര് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഭയങ്കര വിഷമമാണ് സാറേ കേട്ടിട്ട്. ഇത് തന്നെ ഇത് കാണുക ഭയങ്കര വിഷമം. അവരുടെ അമ്മയുടെ ആ കുടുംബത്തിന്റെ ആ മാനസികാവസ്ഥ ഇവർ മനസ്സിലാക്കാതെ ഇവരൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇവളുമാർക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? ഞാനൊരു സ്ത്രീയാണ്. എന്തോന്നാണ് നടക്കുന്നത്? ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അയ്യോ എന്റെ പൊന്നെ, അടുത്ത ഇലക്ഷൻ വരുന്നു. അതൊന്നുമല്ല, ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു മാങ്കൂട്ടത്തെ. ഇനി വോട്ടിൽ നിന്നാലും കുഴപ്പമില്ല, നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവളുമാരെന്ന് ഓർക്കണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയെന്നാൽ ഞങ്ങളുടെ ഭാവി എങ്ങനെയാകുമെന്ന് ഇവളുമാരെ ഓർക്കണം. അതുകൊണ്ട് സാറേ ആ മാങ്കൂട്ടത്തിന് എങ്ങനെയാലും അല്ല, ജനങ്ങൾ ഒറ്റക്കെട്ട് നിന്ന് പിന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. വളരെ ഉമ്മൻചാണ്ടി സാറിന്റെ പാരമ്പര്യം നിലനിർത്തിക്കണം. ഈ പിള്ളേർ വരണം, പിന്നെ ചാണ്ടി ഉമ്മനും എല്ലാം വരണം. കൂത്താട്ടോളം കോഴപ്പള്ളിന്ന് സിജിയാ വിളിക്കുന്നത്. ഈ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ നമ്മളൊക്കെ ഒരു കാര്യത്തിന് ഇതുപോലെ തീരുമാനം എടുക്കണമെങ്കിൽ നമ്മളൊക്കെ ഒരു കാര്യത്തിന് അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ തെണ്ടിത്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ വീട്ടിലിരിക്കുന്നവർക്കാണ് സമാധാനക്കേട് മൊത്തം. കാരണവന്മാരെല്ലാവരും വീട്ടിൽ ഈ സാധനം വെച്ച് കേട്ടോണ്ടിരിക്കുക. ഈ ചെറുക്കൻ എങ്ങനെ നശിപ്പിച്ചല്ലോ എന്നും പറഞ്ഞു. ഇവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യും വരുന്ന തെരഞ്ഞെടുപ്പില് ജനം? തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും തോൽപ്പിക്കണമല്ലോ. തീർച്ചയായിട്ടും തോറ്റിരിക്കും. VD സതീശൻ തീർച്ചയായിട്ടും തോറ്റിരിക്കും. VD സതീശൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ തല മുട്ടയായിരിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഈ കുടുംബം കോൺഗ്രസ്സാണ്. തീർച്ചയായിട്ടും തോക്കണം. തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഏതെങ്കിലും രീതിയിൽ അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. വൈപ്പിംഗ് അറിയല്. എൻ്റെ പേര് മൈക്കിൾ എന്നാണ്. ഞങ്ങള് 45 കൊല്ലമായിട്ട് അമേരിക്കയിലാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് 2 വർഷമായിട്ടേ. എനിക്ക് 81 കഴിഞ്ഞ് ഞാനൊക്കെ വിമോചന സമരത്തിന് ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ വളരെയധികം ഇത് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ ജയിലിൽ പോയ ആളുകളാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫിനെ ഉമ്മൻചാണ്ടിയുടെ മോനെയൊക്കെ നമുക്ക് നല്ല ഇതാണ്. അപ്പൊ ഞങ്ങള് 9-ൽ ഇവിടെ വന്നപ്പോ എന്റെ വൈഫ് പറഞ്ഞായി. അപ്പൊ അത് ഇയാള് ചെന്നിത്തല ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് എറണാകുളം ഞങ്ങൾ എയർപോർട്ടിൽ പോകണം. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞായി ചെന്നിത്തലയല്ല ചെമ്മിത്തലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയണ് ഇവരൊക്കെ ഇതിന്റെ രാഷ്ട്രീയം അറിഞ്ഞൂടെ? ഞങ്ങളൊക്കെ ജയിലിൽ പോയിട്ടുള്ള ആള്. എന്റെ അമ്മ പോയിട്ടുണ്ട് ശിക്ഷിച്ചിട്ട് 7 ദിവസം. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഡിസ്മിസ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി എനിക്ക് വലിയ ഇഷ്ടമായി. ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് വിമോചന സമരത്തിന്. ഉമ്മൻചാണ്ടിയുടെ മാതിരി രാഹുലിനെ ഇവര് കുരിശിൽ തറക്കാണ്. അന്ന് എനിക്കറിയാം ചെന്നിത്തല ഇതിന്റെ പുറകിലുണ്ട്, VD സതീശനുണ്ട്. അന്ന് വർത്താനമൊക്കെ ഞാൻ കേട്ടെ. ഞാൻ യൂട്യൂബ് എപ്പോഴും നോക്കണതാണ്. അവിടെ നിങ്ങളുടെ ചാനലാണ് ഞാൻ എപ്പോഴും നോക്കണം. ഈ ഷാജൻ സക്രിയ 2 കാലിൽ നിൽക്കുന്ന ആളാണ്. ഒന്നങ്ങോട്ട് പറയും, പിന്നെ
ഉടനെ BJP-യിലോട്ട് പോകും. അല്ല ഞാൻ പറയണ രാഹുൽ നല്ലൊരു ഭാവിയുള്ള ചെക്കനാണേ. ഇവിടെ തല്ലിക്കെടുത്താൻ നോക്കിയാണേ. ഈ കിളത്തൈവന്മാരൊക്കെ മാറണം. ഇപ്പൊ ഈ ഉമ്മാ തോമസ് ആയാലാണ് ജയിച്ചത് ഇവന്റെയൊക്കെ പ്രയത്നം കൊണ്ടാണ്. ഈ പറഞ്ഞ എന്താണ് ഷാനിമോൾ ഉസ്മാൻ ഇവർക്കൊക്കെ നല്ല സീറ്റ് കൊടുത്തല്ല എന്റെ ജയിക്കാത്ത? അതിനുള്ള കഴിവില്ലേ? ഇപ്പൊ ഞാൻ ഇവരുടെ എല്ലാ പ്രസംഗവും കേൾക്കാറുണ്ട്. എന്റെ വൈഫ് അത് പറഞ്ഞ് ഇത് ഫോളോ ചെയ്യണം എപ്പോഴും. ഞാൻ ഓർക്കേണ് ഇവരൊക്കെ ഈ കോൺഗ്രസിന് നശിപ്പിക്കാണ്. 65 സീറ്റ് ഉണ്ടായതാണ് 2001-ൽ. അന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായേ ആന്റണി ഇതെടുക്കുമ്പോ ചാർജ് എടുക്കും. അപ്പൊ ഈ 65 സീറ്റ് 21-ൽ എത്തിച്ച് ചെന്നിത്തലയൊക്കെ കൂടെ. അതാണ് ഞാൻ പറയണ. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയണം. രാഹുലിനെ ഉടനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ നാശമാണ്. അതാണ് ഞങ്ങൾക്ക് സങ്കടം. ഞങ്ങളിത് കാണുന്നുണ്ട്. VD സതീശൻ അസംബ്ലിയിൽ കുറെ പറയും, പുറത്തു വന്നിട്ട് ഒരു കാര്യം പറയില്ല. അപ്പൊ അന്ന് ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അയാൾ പ്രസംഗിച്ചിടട്ടെ ആ സ്വപ്ന സുരേഷ് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അപ്പൊ അത് ക്രെഡിബിലിറ്റി പോവുക. ഇയാൾക്ക് എന്താണ് ക്രെഡിബിലിറ്റി പോവാൻ? അവര് പറയണില്ലേ ഉമ്മൻചാണ്ടിന്റെ വെറുതെ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യന് അത് ഇല്ലേ 10 കൊല്ലം കൂടെ അയാൾ ജീവിച്ചിരിക്കും. അതാണ് മകന്റെ ഭാവിയും പോയി. മകന്റെ ഭാവിയും കളഞ്ഞവര്. അതേമാതിരി രാഹുലിന് ഞാൻ ഈ അച്യുതാനന്ദൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അസംബ്ലിയിൽ. ഇപ്പോഴും എനിക്ക് മനപ്പാടായിട്ട് അറിയാം അതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള തെണ്ടിത്തരമൊക്കെ കാണിച്ച് എന്നിട്ട് ഇവർക്ക് വെറുതെ സുഖിച്ച് നടന്നാൽ മതി. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് പോയിട്ട് 45 കൊല്ലമായി. പക്ഷെ ഞാൻ എപ്പോഴും വരുന്ന ആളാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനേ അവിടെ വരും ഇയാൾക്ക് വേണ്ടി ഇത് ചെയ്ത. ഈ കളത്തയ്യന്മാരെയൊക്കെ മാറ്റണമെന്ന് നല്ല ചെറുപ്പക്കാരുണ്ട്. നല്ല നല്ല കുറെ പേരുണ്ട്. അബിൻ ബർക്കി, അതേപോലെ ആ ജിൻഡോ ജോൺ, പിന്നെ തിരുവനന്തപുരത്ത് ഷഫീർ, ഇങ്ങനെയുള്ള പിള്ളേർ വരുന്നുണ്ട്. ശബരിനാഥ്. അല്ലാതെ ഈ കളത്തയ്യന്മാരെ വെച്ചിട്ട് നാട് നശിപ്പിക്കും. രാഹുലിനെ എത്രയും പേര് തിരിച്ചെടുത്ത കോൺഗ്രസിന് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഇവര് നാറും. ഞാൻ മാവേലിക്കരയിൽ എന്നും സുനിലിന്റെ ന്യൂസ് എനിക്ക് ഇഷ്ടമല്ലോ, കേൾക്കാൻ ഇഷ്ടമാണ്. ഞാനൊരു 10-77 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയാ. എന്റെ ഹസ്ബൻഡ് പറയുന്നത് ഈ പ്രാവശ്യം കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ പോകത്തില്ലെന്ന. എന്റെ ചെറുപ്പം കാലം തൊട്ട് എന്റെ വീട്ടിൽ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊട്ട് ഞങ്ങൾ കേൾക്കുന്ന കോൺഗ്രസ്സാ. ഇപ്പോഴും ഞങ്ങൾ കോൺഗ്രസ്സില. ഇവിടെ ഈ നല്ലൊരു കുഞ്ഞ്, നമുക്കും സഹോദരങ്ങളില്ലേ, മക്കളില്ലേ. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ സ്നേഹത്തിൽ. അവനൊരു തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അവൻ തെറ്റ് ചെയ്തത് ആര് കണ്ടു? എന്നിട്ട് സതീഷ് അവിടെ വായിക്കകത്ത് കേക്ക് വെച്ച് കൊടുക്കുന്നല്ല, അതിന് പ്രശ്നമൊന്നുമില്ലയോ? ഒരിക്കലും ഏത് പാർട്ടിക്കാരാണെങ്കിലും അവൻ യൗവനക്കാരനായ ഒരു കുഞ്ഞ്, ഒരമ്മയ്ക്ക് ഒരു മോന്, വേറെ അവന് ആരും ഇല്ലാത്തത്. പക്ഷെ ആര് തള്ളിക്കളഞ്ഞാലും ദൈവം അവനെ തള്ളത്തില്ല, അവനെ കൈപിടിച്ച് ഉയർത്തും. ഒരിക്കലും അവനെ തള്ളി. ഞങ്ങളെന്നും അവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ നല്ല ഒരു സ്ഥാനത്ത് ദൈവം അവനെ കൊണ്ട്, കാരണം അവന്റെ പക്ഷത്ത് നീതിയുള്ള ഒരു കുഞ്ഞാ. നമുക്ക് സഹോദരങ്ങളും മക്കളും ഒക്കെ ഉള്ളവരല്ലേ. ആ സുധാകരൻ നല്ലൊരു ലീഡറായിരുന്നു. അതും എടുത്തു കളഞ്ഞു. ഈ പറയുന്ന പോലെ ഈ പിന്നെ മനുഷ്യര് കാണിക്കാവുന്നതിനപ്പുറം കാണിക്കരുത് രാഷ്ട്രീയം വെച്ചാൽ. ആ കുഞ്ഞിനെ കള്ളത്തരം പറഞ്ഞ് അവനെ വേറെ ഒന്നും കണ്ടില്ല. എത്രയും ഏതായാലും ഉമ്മൻചാണ്ടിയെ സാറിനെ ആക്കി അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ കള്ളത്തിനൊക്കെ മറുപടി ഉണ്ടെന്ന് മനുഷ്യൻ ചിന്തിച്ചോണം. ഈ കള്ളം പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്ന നീതിമാനായ ഒരു ദൈവം ഉണ്ടെന്ന് ചിന്തിച്ചോണം. അവൻ മരിച്ചവനല്ല, അവൻ വീണ്ടും ജനിച്ചു വന്നവനാ. അവനെ വീണ്ടും ജീവിപ്പിക്കും ഈ രാഹുലിനെ. അവനെ നല്ലൊരു ഭാവി ദൈവം, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ അവന് വേണ്ടി. അയ്യോ എന്തോ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു, പോട്ടെ കമ്മ്യൂണിസ്റ്റ് പോയൊരു കോൺഗ്രസ് വരുമല്ലോ എന്ന്. പറവൂരുള്ള ആളുകൾ ചുട്ടു തിന്നാനോട്ട് ഇനി സതീശ് തിന്നാ കൊടുക്കത്തില്ലെന്ന്. എന്തോ പറയാനാ, ഭയങ്കര കഷ്ടമായിപ്പോയി. ആരും കാണിക്കരുത് ഇങ്ങനത്തെ വേലകള്. അവന് പോട്ടെ, അവൻ സഹോദരങ്ങളും അപ്പനും വേണ്ടപ്പെട്ടവരുമായിട്ട് കണ്ടവരായി കോൺഗ്രസ് പാർട്ടിക്കാരെ. ജീവിതത്തിൽ ആ കുഞ്ഞിനെ സങ്കടപ്പെടുത്തുന്നവർ. അവന്റെ ഹൃദയം പൊട്ടുക ഓരോ നിമിഷം. ആര് കണ്ടു? അല്ലെ ഒരു ചെറുപ്പക്കാരി ഇതിന് മുതിരുന്ന സരിതയുടെ കാര്യം ഓർത്താ അറിയാവില്ല. അവളിപ്പോ അവൾ ഇന്നലെയും പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയും കോടി രൂപ തരാമെന്ന് പറഞ്ഞു ഉമ്മൻ സാറിനെ അപകീർത്തിപ്പെടുത്തിയാല്
എനിക്ക് ഇത്രയും രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവള് ചെയ്തതാ ഇത് പറഞ്ഞ. പക്ഷെ ജീവനുള്ള ഒരു ദൈവം നമ്മുടെ പ്രവൃത്തികളും സംസാരങ്ങളും കാണുന്നുണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കണം ഇത് പറയുമ്പോൾ. ഇതൊന്നും നല്ലതല്ല. ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് സുനിലിനെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മോനെ ഒരു കൊച്ചുമോനാകാനുള്ള പ്രായമേ ഉള്ളൂ സുനിലിന്, അത് എനിക്കറിയാം. കേൾക്കുമ്പോ സങ്കടമാ മക്കളെ. സുനിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഒരു മോന അവന്റെ കൂടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവനെ നീ തള്ളിക്കളയല്ലേ കർത്താവ്. അബ്രഹാമിന്റെ ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അവനോട് കൂടെയുള്ള ഒരു കുഞ്ഞാണ്. അവന്റെ അമ്മയ്ക്ക് സമാധാനം ദൈവം കൊടുക്കട്ടെ. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഈ കള്ളത്തരമൊക്കെ ചമച്ച് കെട്ടി ഈ പറഞ്ഞ് അവനെ പുറത്താക്കാൻ നോക്കിയാലും, അവനെ മനുഷ്യൻ പുറത്താക്കാൻ നോക്കിയാലും മുകളിലുള്ള ഒരു ദൈവം അവനെ എവര് ചിന്തിക്കണമല്ലോ. എൻ്റെ ഒരു കുഞ്ഞിനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അവിക്കാതി പറഞ്ഞ് മാറ്റുമോ? അല്ലെ എൻ്റെ ഒരു സഹോദരനെ ആണെങ്കിൽ ഇങ്ങനെ അവിക്കാതി പറഞ്ഞ് മാറ്റുമോ? പെണ്ണുങ്ങളെ എല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ട് വന്നു. ഞാൻ തലമറന്ന് ചോദിക്കുന്നെങ്കിൽ മോനെ, അവന് ഇത്രയും സംസ്കാരവും പരിഷ്കാരവും ഇത്ര നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞ് ഈ വിധത്തിൽ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പാലക്കാടുള്ള ഒരാളാണ്. എൻ്റെ പേര് രാജൻ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനകത്തൊരു സത്യാവസ്ഥയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു സാറേ, ഇതിനകത്ത് ഒരിക്കലും ഒരു സത്യാവസ്ഥ ഇല്ല. ഞാൻ ഇത്രയും കേരളത്തിൽ ഇങ്ങനൊരു സംഭവം വാദിയെ തിരക്കി നടക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് 10-65 വയസ്സുണ്ട്. ചിന്തിച്ചു നോക്കി, വാദിയെ തിരക്കി പോലീസ് നടക്കുക, പ്രതിയുണ്ട്, വാദിയുണ്ട്, സംവിധാനം. അതിന്റെ ചേതോവികാരം ഒന്ന് ആലോചിച്ച് നോക്കിയോ സാറേ. എങ്ങനെങ്കിലും ഒരാളെ പെടുത്തണമെന്നല്ലേ അതിന്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യത്തിൽ ഇത്രയും കൂടെ ആയപ്പോൾ ഒരു 99% എനിക്ക് വിശ്വാസമായി രാഹുൽ മാങ്കൂട്ടം ഇതിനകത്ത് നിരപരാധിയാണെന്നുള്ളത്. വൈക്കം വെള്ളൂര് ഇത് എന്താണ് ഇവർ ഈ കാണിക്കുന്നത്? എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു നല്ല നിലയ്ക്ക് വന്നപ്പോ ഇവള് മറ്റേ ഇവന്റെ ഇത് എന്നെ അപ്പന്റെ സാധനമാണെന്നാ പറഞ്ഞേ. ഞാനും ഒരു കോൺഗ്രസ് അനുഭാവിയാ. അവൻ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പൊ ഈ നാശം മുഴുവൻ. അവനും മറ്റേ കേട്ട അവനുമില്ലേ രമേശ് ചെന്നിത്തല വീടിനുമാണ് ഈ കുഴപ്പം മുഴുവനും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചെറുപ്പക്കാര്, അതായത് കോൺഗ്രസിന്റെ ഇതിൽ ഞങ്ങൾ ചെറുപ്പക്കാര് ഈ വൈക്കം ജില്ലയിലും കേരളത്തിലും മൊത്തം യൂത്ത് കോൺഗ്രസിന്റെ ഇതിലും പാർട്ടിയുടെ ഒരു ഉണർവ് ഉണ്ടാക്കിയേക്കണ 2 പേരാ, ഷാഫി പറമ്പിലും മാങ്കൂട്ടും. ഇവര് ഈ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഈ കാണിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ മാങ്കൂട്ടത്തിന്റെ ഇത് പറഞ്ഞ് സ്ത്രീകള് പരാതി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. പരാതി കൊടുത്തിട്ടില്ല. ഇവനാരാ ഈ വീഡിയോ കഴിക്കുന്ന ആരാ ഒന്നേച്ച് ഇവനെ സസ്പെൻഡ് ചെയ്യാൻ? ജനങ്ങളല്ലേ തെരഞ്ഞെടുത്തേക്കണേ. ജനങ്ങള് തെരഞ്ഞെടുത്തത് ഇവൻ ആരാന്ന് പറഞ്ഞേ. വീട് കഴിച്ച് അവിടെ മറ്റേ അവിടെ മറ്റേ കേക്ക് മുറിക്കണതും ഇതെല്ലാം കാണിച്ചു. ഇവനാരാ? വീട് കേസിന് ഒന്നുമല്ല, രമേശിന് ഒന്നുമല്ല. ഇവനൊക്കെ എന്റെ അനുഭവമാണല്ലോ. ഞാൻ സാറിനോട് ഒറ്റ കാര്യം ചോദിക്കാം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പ്രായം ചെന്ന ഉമ്മൻചാണ്ടി സാറിനെ എന്നാ കാണിച്ച സരിത പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറ് ചാകണ സമയത്ത് കിടന്നപ്പോ ഇവിടെ ഒരു മാപ്പ് പറയണമെന്നും പറഞ്ഞ് വാട്സപ്പിലുണ്ടായിരുന്നു. ഈ വാട്സപ്പിൽ വന്നിട്ട് ഇവക്ക് പോയി പറയാൻ പോലും നേരം കിട്ടിയില്ല. അത് കിട്ടിയോ? സാറ് മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് ഇവളുമാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാര് ആണുങ്ങളെ ചെയ്യുക. ഞാൻ ഒരൊറ്റ കാര്യം സാറേ ചോദിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവക്ക് ഈ പറയണവർക്കൊക്കെ ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തെളിവ് ഇവള് പറയട്ടെന്നേ. ഇവള് നേരിട്ട് വന്ന് പറയട്ടെ, ഇവനിപ്പോ അവിടെ ഒരു ഗർഭിണിയാക്കിയിട്ടുണ്ട്, രാഹുൽ ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു തെളിവ് തരട്ടെ. ഇവള് നേരിട്ട് പറട്ടെ. പരാതി വേണ്ട ഇവൾക്ക്. ഇവള് നാറ്റിക്കാൻ വേണ്ടി, ഞങ്ങളുടെ നേതാവിന് നാറ്റിക്കാൻ വേണ്ടി ഇവള് എന്നത്തിനാന്നേ. ഇവള് നേരിട്ട് വരട്ടെ. ഇവള് ഈ CPM-ന്റെ ഇതിൽ ഇന്നാറ്റി ഈ അവരായത്തരം കാണിക്കണമെന്നല്ലോ. ഇവളൊന്നുമില്ലോ ഈ കാണിക്കണം. അവളെ അനുഭവിക്കാൻ പോണുള്ളൂ. ദൈവം തമ്പുരാൻ എന്ന് പറയണ ഒരാളുണ്ടെങ്കിൽ അവളെ അനുഭവിക്കും. ഒരൊറ്റ കാര്യം ഞാൻ പറയാം.
ഇപ്പൊ വേറെ ഒരു പെണ്ണും കൂടി വന്നെന്ന് പറഞ്ഞു മാങ്കൂട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവക്ക് ധൈര്യമായിട്ട് വന്നേക്ക് ഇവക്ക് കോടതിയെ ബന്ധപ്പെടാം, പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം, കേസ് കൊടുക്കാം. ഇത് കൊടുക്കാമല്ലോ. ഇവള് എന്തിയാ ഇവള് പരാതി കൊടുക്കാത്ത? ഇവള് വന്നേച്ച് വലിയ ഇതിൽ വന്നേച്ച് എന്നിട്ട് സതീശന്റെ അവിടെ നിന്ന് കേക്ക് മുറിച്ചതും ഇതെല്ലാം വെക്കുന്നുണ്ട്. സതീശൻ ആരാ? ഇവളുടെ അപ്പനാണോ സതീശൻ? അല്ലല്ലോ. ഒറ്റ കാര്യം പറയാ, ഞങ്ങളുടെ അങ്ക അവൻ മാങ്കൂട്ടത്തിന് ഒരു ദോഷം വരില്ല. ഇവളുടെ ഒക്കെ കള്ളം പൊളിഞ്ഞിരിക്കും ഇപ്പം. ആ അതില് CPM-ന്റെ പിണറായി ഉൾപ്പെടെ സകല ടീമുകളിൽ ചെയ്തേക്കുക. പക്ഷെ മാങ്കൂട്ടം എന്ന് പറയണ ഷാഫി പറമ്പിലിനെ പറിച്ചു കളയാൻ ഇവരാര് പിണറായി ഇല്ല, ആര് നോക്കിയാലും നടക്കുകയില്ല. പിന്നെ വേറെ ഒരു കാര്യം അവിടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസില് ഇതില് ഈ രണ്ട് വിശ്വാസിനെ എടുത്തു കളയാണ്ട് ഒന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും ഇതില് പിന്നെ KPC പ്രസിഡന്റായിട്ട് എടുത്താക്കണ മറ്റേ ഏത് കൊണ്ടുവന്നാലും പറ്റില്ല. അവനെ എവിടെ നിന്ന് കൊണ്ടുവന്നാ? ഇവിടെ ഞങ്ങളുടെ ആളായിരുന്നു KPCC പ്രസിഡന്റ് ഉദാഹരണ സാറ്. സാറിനെ പോലെ ഉള്ളൊരു ഇനി ഒരാളുണ്ടാകില്ല. പറഞ്ഞു മനസ്സിലാവോ? സാറിനെ പോലെ ഒരാള് കണ്ണൂരിൽ അവിടെ പറ്റിയ ഒരാളില്ല. ഇവനെ ആരാ കൊണ്ടുവന്നത് ഞങ്ങൾക്കറിയാൻ പറ്റില്ല. ഞങ്ങൾ വാർത്തയിലും ഈ പേപ്പറിലും കാണാനുള്ളൂ. ഇവൻ ഈ ഒരു KPCC പ്രസിഡന്റ് പറയുന്ന സാറേ ഒരു ആളെന്ന് പറയണത് ഇവൻ ഇതിൽ എന്തെങ്കിലും വിട്ടിരുന്നല്ലോ. പ്രസിഡന്റ് പറയണവന് എന്നാ അവന്റെ വകുപ്പ് എന്നുള്ളത് പോലും അവനറിയാൻ പാടില്ല. അതുകൊണ്ടാണ് അവൻ ഈ സമയം വരെ ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നിട്ട് ഇതിൽ മിണ്ടാണ്ടിരിക്കുന്നത്. ഇവൻ ഏതാ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്കറിയാമില്ല. സുധാകരൻ സാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗ. ഇവന് എന്നത്തിനാന്ന് KPCC പ്രസിഡന്റ് ആയിരിക്കണേ? ഈ KPCC പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ ഒരു MLA-ക്ക് ഒരു വിഷയം വന്നപ്പോ ഇവന് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതില് ഇവൻ ഏതിന്റെ എന്നാ പ്രസിഡന്റാ? ഞാൻ കോൺഗ്രസ് അനുഭാവി അതിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാ. 56-57 വയസ്സായി എനിക്ക്. അവന് എന്നാ കൊണ്ടുവരണ അവൻ? ഇവനിതിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. അവനെ ഇവിടുന്ന് മാറ്റാണ്ട് ഇവന് എന്നത്തിനാന്ന്? അവനിതിൽ വേണ്ടെന്ന് KPCC പ്രസിഡന്റ് എന്നതിനാ? സുധാകരൻ സാറ് പറ്റത് ഇവനെ ആരാ ആക്കിയെന്ന് അറിയാം. ഇതില് വേറെ ഒരു കാര്യമുണ്ട് സാറേ. ഇതില് വേറെ ഒരു കാര്യമുണ്ട്. ഈ കേട്ടവനില്ലേ ഇവിടെ പ്രതിപക്ഷ നേതാവ് അവൻ ആ കേട്ട നാറിവിടെ നിന്ന് പോകാണ്ട് കോൺഗ്രസ് രക്ഷപ്പെടിയല്ല. ഇപ്രാവശ്യം ഈ നിയമസഭാ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും നമുക്കൊരു ചാൻസ് വന്ന ഈ കളിച്ച കളിയായത് ഈ നാശമുണ്ടായത്. ഇപ്പൊ ഞങ്ങളുടെ ഷാഫി പറമ്പിലെ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞ VD സതീശനോ ഇവിടുത്തെ മറ്റവനോ ആരും ഒരു പരിപാടി നടക്കില്ല. ഇവിടുത്തെ CPM നോക്കിയാലും നടക്കില്ല, DYFI നോക്കിയാലും നടക്കില്ല. എളമക്കരയാണ് ജോർജ് സാബു. എന്തിനാണ് ഈ രാഹുൽ മാണത്തിനെ ചെയ്തതെന്ന് സാറിന് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് പറയാനുള്ളത്, അവന ഈ സ്ഥാനത്ത് കയറ്റിയില്ലെങ്കിൽ സതീശന ഇവിടെ വരണ്ട. ഈ കഴിഞ്ഞ ദിവസം വന്ന് എനിക്ക് കിട്ടിയില്ല. ഇവിടെ എറണാകുളത്ത് വന്ന് ഞാനവിടെ പ്രവർത്തനം പോകാറുണ്ട്. പക്ഷെ എനിക്ക് ആ സ്റ്റേജിലേക്ക് കയറാനാ പിടിക്കാനും കിട്ടിയെങ്കിൽ അവനെ നല്ല തെറിയാൻ പറഞ്ഞാണ്. കോൺഗ്രസ് പ്രവർത്തകനാണോ? ഐബീറിന്റെ അപ്പനായിട്ട് വരെ ഞാൻ പ്രവർത്തിച്ചതാണ്. അത്രയും ഇതുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സതീശനെ ഈ ചെന്നിത്തലയൊക്കെ പുറത്താക്കിയിട്ട് നമ്മുടെ യൂത്ത് ഉണ്ട്, ഹൈബീഡൻ, രാഹുൽ മാടത്തില്, ഷാഫി പറമ്പില്, ജിൻഡോ ജോൺ, പിന്നെ അബീം വർക്കി, ഇവരൊക്കെയാണ് വരേണ്ടത്. സതീശനെ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? ഇനി സതീശനെ ഇവിടെ വരില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ, കഴിഞ്ഞ ആഴ്ച. അവിടെ ചെന്നപ്പോ ഒരു ബൂത്ത് മീറ്റിംഗ് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോ ആരൊക്കെ വന്നപ്പോ സതീശൻ വരും, മറ്റൊരു വിനോദൊക്കെ വരും എന്ന് പറയും. ഞാൻ ചെന്നപ്പോ ഒരു നാറികളുണ്ടായില്ല. എനിക്കാണെങ്കിൽ 12 ദിവസങ്ങള് 10 ദിവസത്തിന് മുമ്പ് അവിടെ മീറ്റിംഗ്, ഞങ്ങളുടെ ബൂത്ത് തല മീറ്റിങ്ങിനുണ്ട്. നമ്മളെ ശിവശങ്കർ എന്ന് പറഞ്ഞ ആളാണ് മീറ്റിംഗ് വിളിച്ചത്.
ഓള് INTUSന്റെ ആള്, ഞാനൊക്കെ INTUSൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്നെ പ്രവർത്തിക്കാൻ വേണ്ടി സെക്രട്ടറി പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും നേരമില്ല, പ്രവർത്തിക്കാനുണ്ട്, ബൂത്ത് ഇതാക്കട്ടെ, INTUSന്റെ മണ്ഡലം പ്രസിഡന്റ് ആക്കട്ടെ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചോദിച്ചാൽ ചേട്ടാ വേണ്ടെന്ന് പറയും, എനിക്കൊന്നും വേണ്ട, സ്ഥാനം വേണ്ട, നിങ്ങൾ വിളിക്കേണ്ടത് ഞാൻ വരും, നമ്മ എന്നാ സ്ഥലം നമ്മ മീറ്റിങ്ങിന് എല്ലാ കാലത്തും വരും, പ്രവർത്തന ജാഥ. ഞങ്ങൾ അവിടെ തൃശ്ശൂര് അവിടെ ഇവിടെ ഒക്കെ പോയതാണ്, പാലക്കാട് എല്ലാ സ്ഥലത്തും പോയച്ച ആളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ സതീശനും ഈ രമേശ് ചെന്നിത്തലയും ശ്രീ വേണുഗോപാലും ഈ നാറികളെ 3 പേരെ കളയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ അവർ കയറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ 150 പേരെ ഇവിടെ ഒഴിവാക്കിയിട്ട് ഞാൻ കുറച്ച് പേരെ പറഞ്ഞപ്പോൾ എന്ത് താൻ പറഞ്ഞ പോലെ ചെയ്യാന്ന് പറയണേ. ഞാനാണ് അവിടുത്തെ ഒരു കോർഡിനേറ്റർ. എവിടെ ചെയ്യണം? ഒരാൾ വോട്ട് ചെയ്യില്ല, ഒക്കെ നോട്ടൊക്കെ വോട്ട് ചെയ്ത്. അതുപോലെ ഇവൻ ഈ സതീശൻ പറവൂരിൽ നിന്നാൽ ഇത്തവണ ജയിക്കുമോ? ഇനി സതീശൻ പറവേക്കണ്ട, രാഹുൽ മാണത്തിൽ പറവൂർ നിർത്താം. ഞങ്ങൾ അവിടെ പോയിട്ട് വോട്ട് ചേർക്കും. ഞാൻ അത്ര പറഞ്ഞില്ല, ഞാൻ വോട്ട് ചേർക്കും. ഞങ്ങൾ കുറച്ച് പേരും കൂടെ വോട്ട് ചേർക്കും. ഇപ്പൊ ഇനി സമയമുണ്ടല്ലോ, 6 മാസം ഉണ്ട്. 6 മാസം മുമ്പ് ചേർത്താൽ മതി. ഞങ്ങൾ കുറച്ച് പേര് ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ ഈ രാഹുൽ മാണത്തിന് ഒരു 10 ദിവസം സമയം കൊടുക്കും. അതിനുള്ളിൽ രാഹുൽ മാണത്തിനെ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരും കൂടെ അവിടെ വാടക ഒരു വീട് എടുക്കും. അതിന്റെ വീട് എടുത്തിട്ട് ഞങ്ങളവിടെ വോട്ട് ചേർക്കും സതീശന്റെ മണ്ഡലത്തില്. എന്നിട്ട് ഇവന് അവിടെ വന്ന് പ്രവർത്തിക്കും. എന്നിട്ട് ഇവന് ഒറ്റ ആക്കും വോട്ട് കൊടുക്കൂല. ഈ നാറീന എനിക്ക് നല്ല വ്യക്തിയാണ്. ഞാൻ എന്റെ വീട് വരെ വന്നിട്ടുണ്ട് ഈ സതീശൻ, ഈ ബൂത്ത് പ്രസിഡന്റ്, ബൂത്ത് മീറ്റിങ്ങിന് എല്ലാത്തിനും. പക്ഷെ ഞാൻ ഇനി വോട്ട് കൊടുക്കില്ല. ഞാൻ ഇവിടുത്തെ കുറെ കോൺഗ്രസ്സുകാർ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇനി കൊടുക്കണ്ടോ, നമ്മ താനൊക്കെ പറയുന്നുണ്ടോ, നമ്മ എല്ലാത്തിനും നമ്മ കൂടിക്കണം. പോസ്റ്റർ ഒട്ടിക്കാനും പെയിന്റ് ചെയ്യാനും, നമ്മ വാൾ പോസ്റ്റർ ഒട്ടിക്കാനും, ബാനർ ഇട്ടാനും, രാത്രി 12 മണിക്കൊക്കെ പോകണ്ട. വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, പെണ്ണും പിള്ളയും മക്കളും ഒക്കെ പ്രശ്നമുണ്ട്. എന്നാലും ഞങ്ങൾ കുറെ പേര് അങ്ങനെ പോകണേണ്. എല്ലാ വീട്ടിലും ഉണ്ട് പ്രശ്നങ്ങൾ. എന്നിട്ട് ഇവർക്കൊക്കെ വേണ്ടി ചെയ്തേക്കണേ. ഇനി ഇവർ ചെയ്യില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.